സുധീഷ്, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഡൽഹിയിൽ ഇന്നലെ നടന്നത്. നമുക്ക് 10-ലധികം ആളുകൾ വീണ്ടും അതിൻ്റെ ഇത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പൂർണ്ണമായും. പ്രത്യേകിച്ചൊരു കാറ് പൊട്ടിത്തെറിച്ചാൽ, അല്ലെങ്കിൽ അത്രയും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പൊട്ടിത്തെറിച്ചാൽ സ്വാഭാവികമായിട്ടും ഭാഗ്യം കൊണ്ടാണ് ഒരു പക്ഷേ ഇത്രയും കുറഞ്ഞ കാഷ്വാലിറ്റി ഉണ്ടായത്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഭീകരർക്ക് ഒരു സ്ട്രൈക്ക് നടത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി പലയിടത്തും നോക്കിയെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് നടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു എന്തായാലും ഇതിൻ്റെ പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിയതായിരിക്കില്ല, കുറേ നാളായിട്ടുള്ളതായിരിക്കും. എന്താണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മറ്റേ മറുപടിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ആദ്യമേ തന്നെ അത്യന്തം സങ്കടകരമാണ് ഇങ്ങനൊരു സ്ട്രൈക്ക് നടന്നതും 13ഓളം ജീവൻ പൊലിഞ്ഞതായിട്ടാണ് കേൾക്കുന്ന. 6 പേര് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ, 20 പേര് പരിക്കേറ്റ് ഹോസ്പിറ്റലിലുണ്ട്. അത് ആ കാറ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് തകർന്ന് ഇല്ലാതെ തന്നെയായിപ്പോയി. ചുറ്റുപാടുമുള്ള വണ്ടികൾക്ക് തീപിടിച്ചു. അതിൽ നിന്ന് കാഷ്വാലിറ്റി ഒബ്വിയസ്ലി ഉണ്ട്. ആൾക്കാർ വളരെ പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള സൗണ്ട് വേവും ബ്ലാസ്റ്റ് വേവും വന്ന് അടിച്ചതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് CNG പോലുള്ള അപകടമൊന്നുമല്ല. ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 10 നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അകത്ത് മൗലാന മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ കുറച്ച് പേരെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അവർ മരിച്ചിരുന്നു. അങ്ങേരുടെ കുടുംബത്തിൽ ഏകദേശം 10-12 കാഷ്വാലിറ്റി ഉണ്ടായതായിട്ടാണ് നമ്മളന്നറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് മെയ് മുതൽ ഇത് പതിയെ പ്ലാനിങ്ങിൽ വന്നതാണെന്നാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കാശ്മീരിൽ ശ്രീനഗർ, ഷോപ്പിയാൻ, പുൽവാമ, ബാരാമുള്ള അങ്ങനെ പല സ്ഥലത്തും നമ്മൾ റെയ്ഡ് ചെയ്തിരുന്നു. റെയ്ഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതും സൈമൾട്ടേനിയസ് റെയ്ഡായിരുന്നു, സിങ്ക്രണസ് റെയ്ഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്ററുകൾ അങ്ങനെയുള്ള പലതും കണ്ടിരുന്നു. ആ സമയത്താണ് ഡോക്ടർമാരെ അവിടെ നിന്ന് പിടിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഡോക്ടർ, ഒരു സ്ത്രീ ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ കാറെടുത്ത് ഇപ്പോൾ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് പിടിക്കുക. അവരുടെ കാറിൽ നിന്നൊരു AK-47 റൈഫിൾ, അത്യാവശ്യം നല്ല AK-103 ആണെന്ന് പറയപ്പെടുന്നു, കിട്ടിയിട്ടുണ്ട്. അല്ല 75U ആണ് എന്നും പറയപ്പെടുന്നു. അതിൻ്റെ അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ AK-47 ഒരെണ്ണം അവിടെ നിന്ന് കിട്ടി, അവരുടെ കയ്യിൽ നിന്ന് കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ പലരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് വിചാരണ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫരീദാബാദിലെ വെയർ ഹൗസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അറിയാൻ പറ്റുന്നത്. അന്ന് അപ്പോൾ JNK പോലീസിൻ്റെ CID ആയിരുന്നു ഈ കാശ്മീരിലെ റെയ്ഡൊക്കെ കൂടെ നടത്തിയത്. അവർ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചണ്ഡീഗഡ് IBയെയും ഹരിയാന STFനെ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ അലേർട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, ഒരു 2 ആഴ്ചയായിട്ട് പല ഗ്രൂപ്പുകളിലും പാകിസ്ഥാനി പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു പ്ലാനിങ് ഉണ്ട് എന്ന രീതിക്ക് പല സ്ഥലത്തുനിന്നും പല സിഗ്നലുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചാറ്ററുകളുടെ അകത്തുനിന്ന് ഒക്കെ വരുന്നതാണ്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അലേർട്ടിൽ തന്നെ ആയിരുന്നു. ഫരീദാബാദിലെ വെയർ ഹൗസ് റെയ്ഡ് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ 360 കിലോ അമോണിയം നൈട്രേറ്റ് അവിടെ നിന്ന് കിട്ടുകയും ബാക്കി തോക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ വേറെ അവിടെ നിന്ന് കിട്ടി. ഈ ഫരീദാബാദിലെ റെയ്ഡിൻ്റെ സമയത്താണ് നോയിഡയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതുണ്ടായിരുന്നു എന്നും കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നും അത് കൊണ്ടുപോയത് അഗ്രോ വളം അങ്ങനെയുള്ള ഇത് കൃഷിക്കുള്ള സാധനങ്ങൾക്ക് ആയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് അന്ന് ലേബലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇത് NCR ഏരിയയിൽ ഉള്ള വെയർ ഹൗസുകളിൽ ഇത് സാധനം ഉണ്ടെന്നും മനസ്സിലാവുന്നത് അങ്ങനെയാണ്. സോഹന റോഡ്, ബല്ലബ്ഗഡ് അങ്ങനെ പല സ്ഥലത്തും റെയ്ഡുകൾ നടന്നിരുന്നു. അന്നേരത്തേക്കും മിനിയാന്ന് എത്തി. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കാര്യമാണ് അന്നേരത്തേക്ക് പറയുന്നത്. അപ്പോൾ പതിയെ ചാറ്ററുകളിൽ മൂവ് നൗ, കാരണം ഒരറ്റത്തുനിന്ന് പൊക്കി അത് ഏകദേശം അടുത്തെത്തി എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതി എല്ലാവരും അലർട്ടിലായിരുന്നു. ഫോഴ്സസ് എല്ലാവരും അലേർട്ടിലായിരുന്നു. ആ സമയത്ത് ചാറ്ററുകളിൽ മൂവ് നൗ എന്ന, അതായത് പതിയെ നീങ്ങിക്കോ. ഈ ചാറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലായില്ല?
എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ടെലിഗ്രാം ചാറ്ററുകൾ, ഓക്കെ. മറ്റേ പ്രൈവറ്റ് ഗ്രൂപ്പ് ചാറ്ററുകൾ, ഇതെല്ലാം നമ്മുടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാറ്റർ നമ്മുടെ CIDക്കും രഹസ്യ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്കും ഒക്കെ അവൈലബിൾ ആണ്. ടെലിഗ്രാം ആണെന്ന് വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതിന് വേണ്ട പണിയൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പറഞ്ഞു തന്നതല്ല. അപ്പോൾ ഈ ചാറ്ററുകളിലെല്ലാം എന്താ പറയുക, മൂവ് നൗ എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥലം മാറി പോവുക എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതുകൊണ്ട്, അപ്പോൾ അത് വേറെ, അങ്ങനെ രണ്ട് രീതിക്ക് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു ലൈനിലാണ് ഡൽഹി ഫുള്ള് ഗോർഡൻ ചെയ്ത് നമ്മൾ അലേർട്ടിലായിരുന്നു. കാരണം എനിക്കൊന്ന് ഈ ബ്ലാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വഴിയിലൊക്കെ ആർമിയും പോലീസും ഒക്കെ നിൽപ്പുണ്ട്, എന്താ ആണെന്ന് നേരത്തെ ട്വീറ്റൊക്കെ കൂടെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. കാരണം ഇത് ബ്ലാസ്റ്റ് നടക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ ട്വീറ്റും പോസ്റ്റുകളും ഒക്കെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇത് ഡിഫൻസ് പേഴ്സൺസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് അവർ നാട്ടുകാർ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് അപ്പോൾ തന്നെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെയിൻ ഓഫ് സംഗതിയാണ്. മിനിമം ഏതാണ്ട് 20-25 സ്ഫോടനം നടത്താനുള്ള കെമിക്കൽസ് ഇവർ പ്ലാൻ ചെയ്തിരുന്നു, അക്വയർ ചെയ്തിരുന്നു. പ്ലാൻ ചെയ്യല്ല, അക്വയർ ചെയ്തു. ഏകദേശം 2900 കിലോ 2900 kgs ഓഫ് എക്സ്പ്ലോസീവ് മെറ്റീരിയലാണ് ഈ റെയ്ഡുകളിൽ കൂടെ തന്നെ പിടിച്ചത്. അതായത് 25ഓളം സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ 20-25 സ്ഥലത്ത് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള ഒരു എസ്റ്റിമേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പിടിച്ചെടുക്കാനായിട്ടൊരു സ്വല്പം വൈകി കഴിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർ ഉമർ നബി എന്ന ആളാണ് ബ്ലാസ്റ്റ് നടത്തിയെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അറിയില്ല, ഒഫീഷ്യലായിട്ടുള്ള സംഗതികളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പലതും എന്താ പറയുക, ഇൻസൈഡ് ഇൻഫർമേഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല. ചാറ്ററുകളാണ്, ഗ്രൂപ്പ് ചാറ്ററുകളും പലതുമാണ്. അപ്പോൾ ഉമർ നബി ആണ് ഇപ്പോൾ ഇത് നടത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഉമർ നബി ഈ ആദ്യത്തെ കാശ്മീരിൽ വെച്ചിട്ട് ആ ഡോക്ടേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മുങ്ങിയ ആളാണ്. അവിടെ നിന്ന് മുങ്ങിയിട്ടാണ്, അതായത് ഈ ടീം പ്ലാൻ ചെയ്തിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ അറസ്റ്റുകൾ നടന്നപ്പോൾ ഇംപ്രൂവൈസ്ഡ്. അതെ, അവരുടെ പ്ലാൻ മാറ്റി. എന്നിട്ട് പ്ലാൻ കുറച്ചുകൂടെ എന്താ പറയുക, പിടിച്ചാൽ കിട്ടാത്ത രീതിക്ക് അവർ പ്ലാൻ കുറച്ചെങ്കിലും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് മാറി. പിടിക്കപ്പെടുന്നതിന് 25 ബ്ലാസ്റ്റുകൾക്ക് പകരം ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം എന്നുള്ള രീതിക്ക് അവർ പൊട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇതറിയാൻ പറ്റുന്നത്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിദായിൻ അറ്റാക്കുകൾ മാക്സിമം ചെയ്തിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് തന്നെയുള്ള സമയത്താണ്. ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോയ്ബയും കൂടെ ചെയ്തത് മറ്റേ പാർലമെൻറ്റ് അറ്റാക്ക് ആ സമയത്ത് ആണെങ്കിൽ പോലും അവിടെ ഒരു അംബാസഡർ കാറിൻ്റെ അകത്ത് എക്സ്പ്ലോസീവും കൊണ്ട് വന്ന് ഇതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാർട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് എക്സിക്യൂട്ട് ആയില്ല, വെടിവെപ്പ് മാത്രമേ നടന്നുള്ളൂ. മനസ്സിലായോ? ഈ ഫിദായിൻ അറ്റാക്കുകൾ ഒരു ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചാവേർ അറ്റാക്ക് ജെയ്ഷെ മുഹമ്മദ് ആകുമ്പോഴത്തേക്കും ബാക്കി മറ്റേ മൗലാന മസൂദ് അസറിൻ്റെ ആ ഒരു തിയറിയും കൂടെ അതിൻ്റെ അകത്ത് ഫിറ്റ് ആവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഇൻഫറൻസ് നടന്നു എന്നുള്ളതിൻ്റെ നടന്നത് അങ്ങനെയാണെന്നാണ് വിചാരിക്കപ്പെടുന്നത്. മൗലാന മസൂദ് അസർ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലെ ISIയിലെയും അങ്ങേരുടെ കാരണന്മാരോട് ചോദിക്കാതെ ഒരു കാരണവശാലും ചെയ്യത്തില്ല. പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം. അറിഞ്ഞുകൊണ്ടാകാതെ ആകാൻ ഒരു വഴിയില്ല. പാകിസ്ഥാൻ അറിയാതെ ഇങ്ങനൊരു പരിപാടി നടക്കില്ല. മാത്രമല്ല ഇത് ഈ ചാറ്ററുകളും ബാക്കിയുള്ള സംഗതികളും ഈ എന്താ പറയുക ഇൻ്റലിജൻസ് അതിൻ്റെ അകത്തും ഒക്കെ ഈ സാധനം റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അറ്റത്തുനിന്ന് പൊക്കി എടുക്കുകയും ചെയ്തു. പക്ഷെ ഒരു കഷ്ണം കൈവിട്ടുപോയി. അതായത് 99 പ്രാവശ്യം ഇസ്രായേലിൻ്റെ അതെ ആ ഒരു തിയറി ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം മാത്രം ഭീകരർക്ക് വിജയിച്ചാൽ മതി. ഭീകരർക്ക് ഒരു പ്രാവശ്യം ജയിച്ചാൽ മതി, ഗവൺമെൻറ് ഏജൻസികൾക്ക് 100 പ്രാവശ്യവും ജയിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു സംഭവമായി മാറും. എല്ലാ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് കോൺസ്പിറസി തിയറികൾ നടക്കാറുണ്ട്. അതായത് മുംബൈ അറ്റാക്ക് നടത്തിയത് RSS ആണ്. RSS, CIA, മൊസാദ് സംയുക്ത ഇതാണ് മുംബൈ അറ്റാക്ക് നടത്തിയതെന്ന്
സത്യത്തിൽ അമീർ കസബിനെ അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരെല്ലാം ഹിന്ദു പേരിലാണ് വന്നത്, അറിയാമല്ലോ. അപ്പോൾ അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിപ്പോയേനെ, കാര്യം എല്ലാവരും മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ അമീർ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് അതുണ്ടായില്ല. എപ്പോഴൊക്കെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അപ്പോഴെല്ലാം ഈ കോൺസ്പിറസി തിയറിയുമായിട്ട് ആളുകൾ രംഗത്തെത്താറുണ്ട്. അത് പൊതുവേ സംഭവിക്കുന്നത് ഈ പറയുന്ന പ്രൊപ്പഗണ്ട ചെയ്യുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംവിധാനങ്ങളിൽ നിന്നാണ് പലപ്പോഴും തുടങ്ങുന്നത്. ഉദാഹരണം മീഡിയ വണ്ണം, മാധ്യമം, ഇവരൊക്കെ ചെയ്യുന്ന ഒരു സ്വാഭാവികമായ കാര്യമുണ്ട്. ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്താൽ ആ വാർത്ത അവർ കൃത്യമായിട്ട് കൊടുക്കും. പിറ്റേന്ന് 2 ദിവസം കഴിയുമ്പോൾ ആ ഭീകരൻ്റെ സ്കൂളിലെ സാറ്, അധ്യാപകൻ പറയും, വളരെ പൂമ്പാറ്റയും പൂക്കളെയും ഒക്കെ സ്നേഹിച്ച് ജീവിച്ച ഒരു പയ്യനായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു, അറിയാമല്ലോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പാവപ്പെട്ട മുസ്ലിം യുവാക്കളെ ഇൻ്റലിജൻസ് ബ്യൂറോ പിടികൂടി ഭീകരരാക്കുന്നു എന്ന് പറയും. 4-ാമത്തെ 5-ാമത്തെ ദിവസം കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുതലക്കുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുസ്ലിം യുവാക്കളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശക്തമായ പൊതുജന സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മേളനം നടത്തും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇപ്പോഴും ഇതും കൂടെ ഒന്ന് പറയട്ടെ, ഇപ്പോഴും ഈ ഒരു പ്രൊപ്പഗണ്ട ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതായത് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJPക്ക് ജയിക്കാൻ വേണ്ടിയാണ്. അത് മൊത്തത്തിൽ പറയില്ല, കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്ന രീതിയിൽ ഒരു സംശയം ഉണ്ടാക്കി വിടുക എന്നുള്ളത് ഇപ്പോഴും നടന്നു. എന്ത് തോന്നുന്നു? ഇതിൻ്റെ അകത്ത് ഇത് വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു പാറ്റേണാണ്. ഇതിൻ്റെ അകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു പഴി പാകിസ്ഥാനിലേക്ക് വന്നു ചേരരുത്, ഒന്ന്, അതൊരു ഉദ്ദേശം. 2-ാമത്തത്, ഹിന്ദുക്കൾ അലമ്പുണ്ടാക്കുന്നു അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പ്രൊപ്പഗണ്ട. 3-ാമത്തത്, ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ആ കുഴപ്പത്തിൻ്റെ ഇരകൾ മുസ്ലിങ്ങളാണ്, വിക്ടിംഹുഡ്. മനസ്സിലായില്ലേ? ഇങ്ങനെ 3 ഏത് കോൺസ്പിറസി നോക്കിക്കോ. ഇതിപ്പം മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പാകിസ്ഥാൻ അല്ല അത് ചെയ്തതെന്ന് സ്ഥാപിക്കണം, ഒന്ന്. 2-ാമത്, അന്ന് പ്രബലമായിരുന്ന പിന്നീട് പൊളിഞ്ഞുപോയ ഹിന്ദു ടെറർ എന്ന സാധനത്തിനെ കത്തിച്ചു നിർത്തണം, അല്ലെങ്കിൽ അതിനൊരു വളമായിട്ട് ഇത് മാറണം. 3, ഇതിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിലെ മുസ്ലിങ്ങളെ എന്താ പറയുക, പേടിപ്പിച്ച് അപരവൽക്കരിക്കണം. യെസ്, ആ ഒരു അപരവൽക്കരണമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. കാരണം നമ്മൾ പഴയ സിനിമകളൊക്കെ, ബോർഡർ അങ്ങനെയുള്ള പഴയ സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അതൊക്കെ പാകിസ്ഥാനിൽ പെട്ട ആൾക്കാർ ചോദിക്കണം, നീ ഒരു മുസൽമാനല്ലേ, നീ എവിടെയാണോ നിൽക്കേണ്ടത്, നമ്മുടെ കൂടെ വന്ന് നിൽക്കണ്ടേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. അതൊരു എഫക്റ്റീവായിട്ട് ഒരു മൈനോറിറ്റിയെ, ഭാരതത്തിലെ മുസ്ലിങ്ങൾ, എത്രയോ കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് ഭാരതത്തിൽ, അതിലെ ഒരു മൈനോറിറ്റിയെ മാത്രമേ ഇന്നും റാഡിക്കലൈസ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടുള്ളൂ. ഈ വിക്ടിംഹുഡും ഈ പ്രൊപ്പഗാൻഡയും ഒക്കെ കേൾക്കുന്നവന് ആദ്യമേ ഒരു ചിരി വരുമെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ടാർഗറ്റഡ് ഗ്രൂപ്പ് മുസ്ലിമുകളാണ്, ഭാരതത്തിലെ മുസ്ലിമുകളാണ്. അവരെ അപരവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ കൂടത്തിൽ വാഴ നനയുമ്പോൾ ചീരയും കൂടെ ഒന്ന് നനഞ്ഞോട്ടെ എന്ന് പറഞ്ഞ പോലെ RSSനെ എന്താ പറയുക, പൊക്കി പിടിക്കുക. അപ്പോൾ പറയുന്നതിനൊരു ക്രെഡിബിലിറ്റി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് RSS ആണ് ഇതെല്ലാം ചെയ്യുന്നത്. RSS, CIA, മൊസാദ്. അപ്പോൾ എല്ലാമായി CIA വെറുക്കപ്പെട്ടവരാണ്, മൊസാദ് വെറുക്കപ്പെട്ടവരാണ്, RSS വെറുക്കപ്പെട്ടവരാണ്. ഇവർ 3 പേരും മുസ്ലിം ജനതയെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് എന്ന് ഓൾറെഡി ഒരു സംഗതി അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതുമൊക്കെ കൂടിയായിട്ട് കൂട്ടിക്കെട്ടി ഇതുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മോദിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇന്ന് വരെ നമ്മൾ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട്. ഇത്ര എഫക്റ്റീവായിട്ട്, ഇത്രയ്ക്ക് ഡിസിസീവായിട്ട്, ഈവൻ 1971 പോലും 9 ദിവസം യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടാണ് തോൽവി നടക്കുന്നത്. ഇത് 88 മണിക്കൂർ കൊണ്ട് 71-നെക്കാട്ടി നാണം കെട്ട തോൽവിയാണ് പാകിസ്ഥാൻ എന്താ പറയുക അനുഭവിച്ചത്. ഓടി വന്ന് കാല് പിടിക്കേണ്ടി വന്നു. സൗദിക്കാരെ വിളിച്ചിട്ട് ഒന്ന് മധ്യസ്ഥം പറയാൻ പറയുമ്പോൾ അവർ പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുമല്ലോ കേട്ടോ എന്ന് പറഞ്ഞു. ഓടി അമേരിക്കയിൽ പോയി. അത്ര നാളും കൂടെ നിന്ന് ചൈനയെ തിരിഞ്ഞു നോക്കിയില്ല. ചൈനയോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചൈന പറഞ്ഞാൽ മോദി കേൾക്കില്ലല്ലോ. അതുകൊണ്ട് മോദി കേൾക്കുന്നു എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി, സോവിയറ്റ്.
അതെല്ലാം കഴിഞ്ഞിട്ട് നാണം കെട്ട തോൽവിയും അതിൻ്റെ സങ്കടവും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും വേറെ. അതിൻ്റെ എന്താ പറയുക പ്രതികാരമായിട്ടാണ് ഈ വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ തന്നെയല്ലേ താറടിച്ച് കാണിക്കേണ്ടത്. മോദിയെയും അമിത്ഷായും തന്നെയല്ലേ താറടിച്ച് കാണിക്കേണ്ടത്. പാകിസ്ഥാൻ ഓൾറെഡി ഈ സാധനം പറഞ്ഞു. പാകിസ്ഥാൻ ഓൾറെഡി ഇത് പറഞ്ഞു, ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണെന്ന് പാകിസ്ഥാനിലെ ആൾക്കാർ പറയാൻ തുടങ്ങി. അത് കേട്ട് ഇവിടെയും ആൾക്കാർ പാടാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാരതത്തിൻ്റെ ശത്രുക്കളുടെ ടൂൾ ആവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ആത്മാഭിമാനമുള്ള ജനതയ്ക്ക് പറഞ്ഞ പണിയല്ലത്. മറ്റൊരു ഭാരതത്തിൻ്റെ ശത്രുക്കളുടെ ഒരു ടൂളാകുന്നത് ഒരു ആത്മാഭിമാനമുള്ള ജനതയ്ക്ക് പറഞ്ഞ പണിയല്ല. അത് ഈ രാഷ്ട്രീയ വിരോധം വെച്ചിട്ടാണ് ഈ പല കാര്യങ്ങളും പറയുന്നത്. സത്യത്തിൽ ഇവർക്ക് തന്നെ അറിയാം ഇത് ഇങ്ങനെയൊന്നും അല്ല എന്നിട്ട്. പക്ഷേ ഒരു തിരുത്തുണ്ട്, രാഷ്ട്രീയ വിരോധമല്ല, രാഷ്ട്രീയ കുടിപ്പക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്, ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് ഞാനിപ്പോൾ കണ്ടത് മറ്റേ കണ്ണൂരത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരാളുണ്ടല്ലോ, മറ്റേ റോഡിൽ പശുക്കുട്ടിയെ വെട്ടിയ അദ്ദേഹം, മാക്കുറ്റി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതായത് പറഞ്ഞു വരുന്നത് ഇത് ഇലക്ഷൻ സമയത്ത് ചെയ്ത അല്ലെങ്കിൽ സർക്കാർ തന്നെ ചെയ്യുന്ന പരിപാടിയാണെന്നുള്ള രീതിയിൽ അത്രയും രാജ്യവിരുദ്ധമായിട്ടുള്ളൊരു പ്രസ്താവനകളാണ് ഇവരൊക്കെ നടത്തുന്നത്. അല്ല, വീണ്ടും എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. ഈ സാമാന്യ യുക്തി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, അതായത് പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ചു. ലോക പോലീസായിട്ടുള്ള അമേരിക്ക അത് കഴിഞ്ഞിട്ട് വന്നു ട്രംപുമായിട്ട് മുട്ടനിടി. ട്രംപ് ഇപ്പം വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കുമല്ലോ, പോയി പണി നോക്കാനാണ് പറഞ്ഞത്. ഡിസിസീവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ മരണമാസ് കാണിച്ച്, ജൻസിയുടെ ഭാഷ തന്നെ കടമെടുത്താൽ ജനങ്ങളുടെ മുമ്പിൽ മരണമാസ് കാണിച്ചിട്ടാണ് മോദിയും അമിത്ഷായും നിൽക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനൊരു എന്താ പറയുക ഈ ഇലക്ഷൻ എന്ത് വന്നാലും ബീഹാർ ഇലക്ഷൻ മോദി NDA ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പിന്നെ എന്തിനാന്ന് ഇത് ചെയ്യണേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ NDA ജയിക്കില്ലെന്നാണ് വിചാരിച്ചത്. ബീഹാറിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇടയ്ക്കിടയ്ക്ക് 1-2 ക്ലിപ്പുകളൊക്കെ കണ്ടതിൻ്റെ അകത്ത് ആൾക്കാർ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നതിനെ ആട്ടി ഓടിക്കാൻ ചെയ്യുന്നത്. സ്ത്രീകൾ മുഖത്ത് നോക്കി ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്ന മറ്റേ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്, എനിക്ക് തേജസ്വിയെ ഇഷ്ടമല്ല, കാരണം ലാലുവിൻ്റെ മകനാണ് തേജസ്വി, എന്തൊക്കെ കുറവുണ്ടെങ്കിലും നിതീഷ് തന്നെ വന്നാൽ മതി, നിതീഷിന് എൻ്റെ വോട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മോദിയുടെ വോട്ട് ചോരിയെ പറ്റി അറിഞ്ഞില്ലേന്നും കണ്ടൊരു പ്രായ ഒരു മനുഷ്യൻ അങ്ങനെ വീടിൻ്റെ അങ്ങോട്ട് പുള്ളി മുഖത്ത് നോക്കി ആട്ടുമായത്, ഇറങ്ങി പോടാന്ന് പറഞ്ഞ രീതിക്ക്. കേരളത്തിലെ കുറച്ച് പേരെ അങ്ങോട്ട് വിടണ്ടായിരുന്നു, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരല്ലേ. അല്ല, പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് മോദിക്ക് അമിത്ഷായ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത തന്നെ അല്ല. അതെ, അങ്ങനെ മോദിയും അമിത്ഷായും ഇങ്ങനെ ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ള എന്താ ചർച്ച ചെയ്യേണ്ട പോലുമുള്ള കാര്യമല്ല. അവർ ചെയ്യില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ ട്രസ്റ്റ്, ഐ ബിലീവ്. അതെ, അത് ഇപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇനി ഭാരതത്തിനെതിരെയുള്ള ഏത് ഭീകരാക്രമണവും അത് യുദ്ധത്തിനുള്ള എനി ആക്ട് ഓഫ് ടെറർ will be considered an act of war. യെസ്, യുദ്ധത്തിനുള്ള ഇതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്തായിരിക്കും തീരുമാനം? നമ്മൾ ഓൾറെഡി ഓപ്പറേഷൻ തൃശ്ശൂലിന് വേണ്ടി 10,000 ട്രൂപ്സിനെ, ആയുധങ്ങളെ എല്ലാം അതിർത്തിയിലോട്ട് മാറ്റി അവിടെ കൊണ്ട് ആ പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ അതിർത്തിയിൽ, ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തി, അതായത് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഓൾറെഡി അവിടെ നമ്മൾ ട്രൂപ്പ് ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവരൊരു എക്സസൈസിന് പോയതായിരുന്നു, ഇതൊന്നും അറിഞ്ഞിട്ട് പോയതല്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഒരു 50,000 പട്ടാളക്കാരെയും കൂടെ ഒന്ന് മൂവ് ചെയ്യേണ്ട താമസമുള്ളൂ. അതിനൊന്നും വലിയ സമയമൊന്നും എടുക്കുകയൊന്നുമില്ല. എൻ്റെ ഒരു അനുമാനം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ അവസാനം എന്നാണ് പറഞ്ഞത്, അതിന് മുമ്പ് തന്നെ താമസിയാതെ തന്നെ ഉണ്ടാവും. ഇത് 1-2 കാരണം ഇന്ന് ഇത് പറയാൻ ഞാൻ കാരണവും കൂടെ പറയാം. ഇന്ന് പ്രധാനമന്ത്രി ഭൂട്ടാനിൽ ചെന്നിട്ട് പറഞ്ഞത് ഈ റെഡ് ഫോർട്ട് ബ്ലാസ്റ്റിൻ്റെ കാരണക്കാരായിട്ടുള്ളവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് പറയാം. മനസ്സിലായില്ല? അതൊരു അപകടമാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. അപകടമല്ല എന്നുള്ള കാര്യത്തിൽ ഓൾറെഡി തെളിവ് അവിടെ ചെന്നിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരാളല്ലല്ലോ മോദി. അപ്പോൾ
അങ്ങനെ അപകടമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സെർട്ടനിറ്റി അവിടെ ചെന്നിട്ടുണ്ട്. ഇപ്പോൾ ആര് എന്ത് എങ്ങനെ ബാക്കിയുള്ള സംഗതികളെ ട്രേസ് ചെയ്യാനായിട്ട് ആ സമയത്ത് തന്നെ ഇവിടെ എന്താണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താണെങ്കിലും ഡിസംബർ അവസാനത്തിന് മുമ്പ് പാകിസ്ഥാൻ വിവരം അറിയും, ആസിം മുനീർ വിവരം അറിയും. ആസിം മുനീർ എന്തെന്നൊക്കെ പറഞ്ഞാലും ശരി, എത്ര ലോഡ് ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് എടുത്താലും ശരി, വി ആർ റെഡി ഫോർ ഇറ്റ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ട്രാൻസ്പോർട്ട് പ്ലെയിനുകൾ പല പ്രാവശ്യം വന്നു പോയി. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ, അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാന് എയർ ഡിഫൻസ് സിസ്റ്റംസ് കിട്ടിയിട്ടുണ്ട്. ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പറ്റില്ല അല്ലെങ്കിൽ പോരാ എന്ന് തോന്നിയപ്പോഴാണ് ആസിം മുനീർ കുറ്റിയും പറിച്ച് അമേരിക്കയ്ക്ക് ഓടിയത്, ചൈനയെ നിഷ്കരണം പുറന്തള്ളിക്കൊണ്ട്. അപ്പോൾ അതുതന്നെയാണ് ചൈനയ്ക്കും ഇപ്പോൾ ഇന്ത്യയോടൊരു ബുദ്ധിമുട്ടുള്ളത്. കാരണം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒന്നും ഇന്ത്യ ഏഴാലൊക്കത്ത് എത്തിയിട്ടില്ല. ടെസ്റ്റ് ചെയ്തത് പാകിസ്ഥാനിലായിരുന്നു. ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ചൈനീസ് പൗരന്മാരവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമേരിക്കൻ എയർ ഡിഫൻസുകൾ അവിടെ വന്നിട്ടുണ്ട്. അതിന് ബ്രഹ്മോസിനെ തടയിടാൻ പറ്റുമെന്നുള്ള ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്താണ് ആസിം മുനീർ ഈ പോകൃതരം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ഗ്രീൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആസിം മുനീർ അറിയാനിരിക്കുന്നത്. അതായത് ആസന്നമായ ഒരു സംഘർഷം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം അത്ര ചെറുതായിരിക്കില്ല. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെയും ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ ഉദ്ദേശവും. ഭാരതം ഒരു യുദ്ധത്തിൽ പെട്ടുകിടക്കണം, അതാണ് അവരുടെ ഒരു താല്പര്യം. അത് അവരുടെ ഒരു ഉദ്ദേശത്തിൽ, അതായത് ഈ ട്രംപുമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പലരും പറഞ്ഞു കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർ ഭാരതം ചൈനയെ ആക്രമിക്കാൻ അമേരിക്കയുടെ കൂടെ കൂടണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു താല്പര്യം. അത് നമ്മളൊരിക്കലും ചെയ്യില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്നാൽ പിന്നെ പാകിസ്ഥാൻ വഴിയായിരിക്കാം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, നേപ്പാൾ വരുമെന്നുള്ള അറിയത്തില്ല. ഏതായാലും ബംഗ്ലാദേശും പാകിസ്ഥാനും ഓൾറെഡി ഉണ്ട്. പാകിസ്ഥാനിലും ഈ പറഞ്ഞ തീവ്രവാദി ആക്രമണങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പാകിസ്ഥാനിലൊരു 12 പേര് ബോംബ് പൊട്ടി മരിച്ചു പോയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒരു കോടതിക്ക് മുമ്പിൽ ഒരു ബോംബ് പൊട്ടി 12 പേര് മരിച്ചിട്ടുണ്ട്. ധാക്കയിൽ നാടൻ ബോംബ് കൊണ്ട് എറിഞ്ഞ് കളിക്കുകയാണ് അവിടെ, ഏറുവന്ത് കളിക്കുകയാണ് അവിടെ. ഓൾറെഡി ധാക്കയിലും ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇന്ന് നാടൻ ബോംബ് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികൾ അവിടെ നടക്കുന്നുണ്ട്. പല കാര്യങ്ങൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും പലയിടത്തായിട്ടും പല രീതിക്ക് നടക്കുന്നുണ്ട്. സംശയമൊന്നുമില്ല, ഇതൊരു ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് തന്നെ പോകുമെന്നാണ് തോന്നുന്നത്. ബംഗ്ലാദേശ് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് അറിയില്ല. പാകിസ്ഥാൻ ഏതായാലും മേടിച്ചു കൂട്ടും, അതിൻ്റെ അത് സംശയമൊന്നുമില്ല.